ഇപ്പം സമയം 5:03 നമ്മൾ ലെക്ചർ ക്യാൻസലായി, ലെക്ചർ ഹാൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ മാക്സിയിൽ ഇന്ന് ഡ്രസ്സ് ചേച്ചിക്ക് എടുക്കാൻ പോകുകയാണ്. ഇന്ന് വുമൻസ് ഡേ. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി പതുക്കെ നമ്മളൊരു ചെറിയ ഷോപ്പിംഗ് നടത്താൻ പോവാണ്. ഇന്ന് വിമൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നല്ല വിമൻസ് ഡേ, നാളെയാണ്. ഇന്ന് വിമൻസ് ഡേയുടെ ഓഫർ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. നാളെ ഓഫർ കാണത്തില്ല, ഇന്ന് തലേന്നാണ് ഓഫേഴ്സ് ഉണ്ടാകുക. നമ്മൾ ഇന്ന് പോയി നോക്കാം. അപ്പോൾ എന്തായാലും തണുപ്പ് ഒരു സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സ് വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. തൊപ്പി വെച്ചൂടെ? തൊപ്പി ബാഗിന് അതെടുത്ത് വെക്ക്, നല്ല തണുപ്പില്ലേ, എടുത്ത് വെച്ചിട്ട് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂക്കിനിട്ടൊരു ഇടി ഇട്ടി, ഇപ്പം മൂക്ക് വയ്യാതിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ സന്തോഷം കണ്ടോ, മൂക്കിനിട്ട് ഇടി ഇട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെയൊന്നും പറയില്ല, നമ്മളാണെങ്കിൽ മറ്റുള്ളവർക്കൊരു ദ്രോഹം ഉണ്ടാകും. അപ്പം എനിക്ക് മൂക്കിനിടി ഇട്ടിന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചത്, ചിരി വന്നത്. വീണ്ടും അത് പറയുമ്പോൾ ചിരിക്കുന്ന കേട്ടോ. ഈ ബസ് പോവില്ലല്ലോ, നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇന്ന് പോയില്ലെങ്കിൽ ആ ഓഫർ കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പോകുന്നത്. ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ. പിടിച്ചെടുത്ത് നിൽക്കുവാണ്, അതുകൊണ്ട് ഞാൻ നിർത്തുവാണേ. അവർ ടിക്കറ്റ് കൊടുക്കുവാണ്, 2 പേരെന്താ കൊടുക്കും. ഇപ്പം നമ്മളുടെ സ്റ്റോപ്പ് എടുക്കാറായിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പാണോ അതോ അടുത്തിൻ്റെ അടുത്തോ? അടുത്ത സ്റ്റോപ്പാണോ അടുത്തിൻ്റെ അടുത്ത സ്റ്റോപ്പാണോ? Остановка. Улица Первомайская. ഇതാണ് മാക്സി മോൾ. ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണ്. എന്താണെന്നറിയത്തില്ല, ഈ മോള് കാണുമ്പോഴെല്ലാം എനിക്ക് നമ്മുടെ കൊച്ചി എയർപോർട്ട് ഓർമ്മ വരും. ഇതിൻ്റെ ഫുൾ ഒരു വ്യൂ തിരിച്ച് പോകുമ്പോൾ കാണിക്കാം. ഇവിടെ നിന്നത് കാണിച്ചാൽ കണ്ടാൽ മനസ്സിലാക്കില്ല. ദേഹത്തൊന്നും മറ്റേ ആ കുഞ്ഞു കുഞ്ഞു ഉണ്ട പോലത്തെ ഇത് അടിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. ഇല്ല. അങ്ങോട്ട് നോക്കി എവിടെ അടിച്ച് അതങ്ങനെ കാണാം. ട്യൂലിപ്സ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വുമൻസ് ഡേ ആണ് നാളെ, അതുകൊണ്ട് ട്യൂലിപ്സ് കച്ചവടം. ഒരെണ്ണത്തിന് 200 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ ഒരെണ്ണത്തിന് 200 രൂപ. പല നിറത്തിലെ ട്യൂലിപ്സ് ഉണ്ട് കേട്ടോ. ട്യൂലിപ്സാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. 3 എണ്ണത്തിന് 600 രൂപ, 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 1000 രൂപ, ഒരെണ്ണത്തിന് 200 രൂപ. 3 നല്ല ലാഭം. കണ്ടോ, ഒരു മാളിനകത്തൊരു കാറ് കിടക്കുന്നുണ്ട. ഇത് ഞാൻ പറഞ്ഞ കുങ്ങിനി പോലത്തെ ഒരു പൂക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പൂവാണത്. ആ അല്ല, ഒറിജിനലാ? 150 രൂപ. സ്റ്റോപ്പ് ഡിസ്സാക്കിന്നല്ലേ പറഞ്ഞ്. Ведерки 300, вот эти по 150.
വിരിയുന്ന പോലെ അല്ലേ? അയ്യോ ഇത്തവണ പൂക്കൾ കുറവ് കേട്ടോ. കഴിഞ്ഞാണ് ഈ മോൾ നിറയെ പൂക്കളായിരുന്നു എന്ന് വേണം പറയാം. പക്ഷെ ഇത്തവണ ലെന്തയിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു. ഇത് അടുത്ത സെഷൻ ഫ്ലവേഴ്സ്. ഇവിടെ 170 രൂപയുള്ളൂ ഒരു പൂവിന്, ഒരെണ്ണത്തിന്. ഇതിനൊക്കെ നല്ലൊരു 200 എന്തോ വില ഒരെണ്ണത്തിന്. എവിടെ? അവിടെ 70% ഓഫർ. നല്ല ഓഫറുള്ള ദിവസമാണ്. വരാം. തൊപ്പിക്കട. 99 മുതൽ 999 വരെ. ജീജയിലായിരിക്കും ഏറ്റവും. എറണാകുളം അപ്പുറത്തെ ജീജ ഉണ്ടല്ലോ, എന്താണ് ഈ കടയുടെ പേര്? ഇതാണ് അടുത്ത വണ്ടി. ശിവ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ കാട് തരും. ആ പൂക്കട, അടുത്ത പൂക്കട. ഈ പൂക്കട കൊള്ളാം കേട്ടോ. ഇതിന് 150 രൂപ. ആ ഇത് ഒരെണ്ണത്തിന് 150 രൂപ. ഒറിജിനലാ. ഇന്നായിരുന്നല്ല ഒറിജിനലാ. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, ഒറിജിനലാ. ഇത് കണ്ണാടിക്കട. ഞാനിതിൻ്റെ വണ്ടിലോട്ടൊന്നും വീഴാതിരിക്കാമെന്ന് നോക്കിക്കാണ്. ഒരു പൈസ ജാക്കറ്റ് കൊടുക്കേണ്ടതാണിത്. അടച്ചിട്ടേക്കോ? സ്ഥലമുണ്ട്. എനിക്ക് നമ്മൾ ജാക്കറ്റ് കൊടുക്കാൻ പോവാണ്. ചേച്ചി ആദ്യം ജാക്കറ്റ് കൊടുക്കും, അതിനുശേഷം ഞാൻ കൊടുക്കും. എന്നാ ജാക്കറ്റ് വന്ന അമ്മച്ചി, ഞാൻ ജാക്കറ്റ് കൊടുത്തിട്ട് എടുക്കാം. അമ്മച്ചി ജാക്കറ്റൊക്കെ വാങ്ങിച്ചു. സ്വാതന്ത്ര്യം 2 പേർക്കും കൂടെ ഒരു കാർഡാണ് തന്നത്. ഇത് പറഞ്ഞു 21, അതായത് 9 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകും. അതിന് മുന്നേ വന്നേക്കണമെങ്കിൽ നമ്മൾ അത്ര നേരം ഒന്നും നിൽക്കത്തില്ല. അപ്പം ഇതാണിങ്ങനെ ഒരു ടോക്കൺ തരും. ആദ്യം എല്ലാ കടയിലൊന്നും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കട ഫിക്സ് ചെയ്യാം. എന്താ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോരാ, ചുമ്മാ ഇരിക്കുമല്ലോ. ഈ കടയിൽ ചുമ്മാ കാണിച്ചിട്ട് പോവാന്ന്. ഈ കടയിൽ 7 തൊട്ട് 14 വയസ്സ് വരെ അങ്ങനെ ഏജ് വെച്ചിട്ടുണ്ട്. അമ്മമാരുടെ സെക്ഷൻ ഇത്, വുമൻസ് സെക്ഷൻ ഇത് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ന്യൂ കളക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നതൊക്കെ. മീൻസ് പുതിയ ട്രെൻഡ്. ഇത് പറഞ്ഞ ഡ്രസ്സാണ്, പക്ഷെ എന്ത് വിലയായിരിക്കും അറിയാമോ? എന്നിട്ട് പറയാവേ. ഈ ഡ്രസ്സിന് 3999 രൂപ മാത്രം, അതായത് 4000 രൂപ മാത്രമാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വില. ഇതിൽ നല്ല ഡ്രസ്സ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, വീട്ടിലിരുന്ന് എടുത്തുകൊണ്ട് വിൽക്കായിരുന്നു ഇവിടെ. ഇത് 4299 രൂപ. എനിക്കെന്താണെന്നറിയത്തില്ല, ഇങ്ങനത്തെ നീണ്ടു കിടക്കുന്ന സാധനം എല്ലാം ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ കുറേ ഊണ ഡ്രസ്സുകളോട് എനിക്ക് ഭയങ്കര പ്രേമമുണ്ട്. ചുമ്മാ അതെ ഇതൊക്കെ എൻ്റെ ഇടാൻ എനിക്കിഷ്ടമല്ല. അത് ചുമ്മാ ഒരു രസത്തിന്. പിള്ളേരുടെ കളക്ഷൻസാണ്. ഇത് അമ്മേൻ്റെ കൊച്ച്. അമ്മ ഇങ്ങോട്ട് പോകും.
ഇത് 7 to 14 വയസ്സ്. എത്ര കുഞ്ഞു പിള്ളേരാണോ 7 to 14 വയസ്സ് വരെയുള്ള? ഈ കടയിലൊന്നും ഞാൻ കയറിയിട്ടേ ഇല്ല കേട്ടോ. കാപ്പിക്കട എനിക്ക് ഭയങ്കര ഇഷ്ടം. റേറ്റ് ഭയങ്കര റേറ്റ്. ഓ വേണ്ട, ഭയങ്കര വില. പോകാം. 140 നീറ്റമ്പറും കാപ്പിച്ചിനും. ഓക്കെ, ചേച്ചിയുടെ മുടിയെല്ലാം വല്ലാണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് ഷോപ്പ് ജീജെ ആണ്. അപ്പം ഇതാണ് ജീജെ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നു. ഇന്ന് മണ്ടയിലോട്ട് പോകാൻ പറ്റും. ഇതിനെ കാണാനൊരു ഇന്ത്യക്കാരി കൊച്ചിനെ പോലെ ഉണ്ടല്ലേ. എനിക്കൊന്നുമില്ല, വലിയ ഓഫറൊന്നും തോന്നുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഷോപ്പിംഗ് നടത്താതെ തിരിച്ചു പോകേണ്ടി വരും എന്നാണ്. എന്തായാലും ഒരെണ്ണം വാങ്ങണം. ഇവിടെ ഇന്ത്യ ഒന്നും കൊള്ളത്തില്ല. ഇങ്ങനത്തെ ഡ്രസ്സല്ലേ അന്വേഷിച്ചു വന്നേ. ഇതിന് എത്ര? ഓ, ഇതിന് 800 രൂപ. 800 രൂപ. 800. ഓ മൈ ഗാഡ്, ഇതൊക്കെ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇതെല്ലാം 800 രൂപയുടെ സെറ്റാട്ടോ. ഇതെല്ലാം 800 രൂപയുടെ സെറ്റാ. ഈ വലയുള്ള സാധനത്തിന് എത്ര രൂപയായിരിക്കും നോക്കട്ടെ. ജീജ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? സാധാരണ എവിടെയാണല്ലോ വിലക്കുറവ്, കാണുന്നില്ല. അത് 2200. ഇതാ 550. 550. ആ, വെള്ള നിറത്തിലെ ഡ്രസ്സ്. എനിക്ക് വെള്ള നിറത്തിലെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താണെന്നറിയത്തില്ല, പക്ഷെ ഇതിടാൻ കൊള്ളത്തില്ല. ഈ നെറ്റിന് എത്ര രൂപയാണെന്നാ ചേച്ചി? ഈ നെറ്റിന് എത്രയാണെന്ന് നോക്കി പറയൂ. ഇനി വന്നേ കാണിച്ചത്. എനിക്കെടുക്കാനൊന്നുമില്ല. അത് ഫുൾ നെറ്റ് തുണിയാണ്. പക്ഷെ എത്ര രൂപയാണെന്ന് നോക്കട്ടെ. എത്രയാ? 799. ആ കണ്ടോ, 800 രൂപ നെറ്റിന്. 1 മീറ്റർ നെറ്റ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ തന്നെ തയ്ച്ചു കൊടുത്തു. ഓ, ഇവിടെ ഇതിനൊക്കെ വിലക്കുറവ് കാണും കുഞ്ഞു പിള്ളേരുടെ. എന്നാലും ജീജയിൽ ഇത്ര വിലയാണെങ്കിൽ ഇന്ന് ഇവിടുന്ന് ഒന്നും വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഭാഗം നോക്കാം. ഉണ്ട്. ഷിൻസി 50% ഓഫർ. ഇത് മറ്റേ അതിങ്ങനെ വളർന്നെടുക്കുന്ന സൈസ് പാൻ്റ് അല്ലേ? അപ്പോൾ ഇതിന് 50% ഡിസ്കൗണ്ട് കിട്ടുമോ? അതാ പറയുന്നത്. ഇതിൻ്റെ 50% എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് 2500 എടുത്താ. അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ fall in love every day. ബുദ്ധിമുട്ടാണ്. എന്താണ് അവിടെ പ്രൈവസി ഉണ്ടായിരുന്നത്? ഒന്നും ഞാൻ കണ്ടില്ല. ഇത് 500 ആണോ? ഒരു ബനിയൻ്റെ വില 600 രൂപയാണ്. എങ്ങനെ ജീവിക്കും? പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നെ, ഇതിനൊക്കെ 2000 രൂപയൊന്നും. ഞാൻ നാട്ടിൽ നിന്ന് നല്ല തുണി എടുത്ത് ഇവിടെ കൊണ്ട് വയ്ക്കുക. ഇത് തന്നെ പരിപാടി. ഞാനൊരു കട തുടങ്ങാൻ പോകും. ഒരു കുഞ്ഞ് ഒരു ഡ്രസ്സിന് 2200 വിഷമിക്കാതെ. അതും 15% വില കുറഞ്ഞിട്ട്. ഓ, ഈ വില കുറച്ചുള്ള പൈസയാണ് കിട്ടേക്കുന്നത്. ഇത് 399. കൊള്ളാലോ, അത് കുറച്ച് ലാഭമുണ്ട്.
ഇച്ചിരി ചൂടുണ്ടാവും. പക്ഷേ ഇവിടെ വന്ന് കിടക്കും. എക്സസ് ഒക്കെയാണുള്ളത്. XL വേണം. XL ഉണ്ടോ? ആ കള്ള. ഇവിടെ കൂടുമ്പോൾ ഒരെണ്ണം മാത്രം 390. ഇതിൻ്റെ അകത്തൊക്കെ നോക്ക് 620. 699 പറഞ്ഞു. 700 എന്ന് പറഞ്ഞു. ഒരു 100ൻ്റെ ഒരു കുറവ് പറയുന്നു. ഇത് വെറും 800 രൂപ. ഇതെന്ത് പഴഞ്ചാക്കോ? സ്മോൾ സൈസാണ്. XL ഉണ്ട്, പക്ഷേ സുഖമില്ല. കളറൊരു സുഖമില്ല, പക്ഷെ ഇടാൻ ഒരു സുഖം ഉണ്ടായിരിക്കുന്നു. 200. ന്യൂയോർക്കിന്റെ മണ്ടയിലായിരിക്കണം വില കുറവുള്ള നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് കൊള്ളാം, പക്ഷേ നീളമുണ്ടോ? നോക്കിയേ. ആ അത്യാവശ്യം നീളമുണ്ട്. ഇച്ചിരി പൊക്കി വെച്ച്. ആ നീളമുണ്ട്, കുഴപ്പമില്ല. നമുക്കിത് നോക്കി വെച്ചിട്ട് പോവാം. XL നമുക്ക് പറ്റിയ സൈസാണ്. ഇതിന് കുറഞ്ഞത് കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങാം. ഇത് എടുക്കാവേ, ഇതെടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് സുഹൃത്തുക്കളെ കടക്കകത്ത് വരെ നമ്മുടെയൊക്കെ ആണെങ്കിൽ സ്റ്റെപ്പായിരിക്കും. ഇവിടെ സ്റ്റെപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. എവിടെ ഏത് ഭാഗം കാണുന്നത്? നമ്മുടെയൊക്കെ നാട്ടിൽ സ്റ്റെപ്പായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരിടത്തും ഞാനങ്ങനെ സ്റ്റെപ്പ് കണ്ടിട്ട് സ്റ്റെപ്പ് തപ്പി ഞാൻ നടക്കും. പണ്ടൊക്കെ ആദ്യം വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പേടിയുണ്ട്. ഞാൻ സ്റ്റെപ്പ് തപ്പി നടക്കും. സ്റ്റെപ്പില്ല. ഇപ്പം ഇവർക്ക് ഇതിലേക്ക് കയറാൻ പേടിയൊന്നുമില്ലായിരുന്നു. എനിക്ക് മാത്രം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടെ എന്നെ കയറ്റി അവസാനം ഞാൻ കയറാൻ അങ്ങ് പഠിച്ച്. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് ഞാൻ പണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തോണ്ടിരുന്ന കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ്. ഇപ്പം ഞാൻ വലിയതായി, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചേരത്തില്ല. പണ്ട് എനിക്ക് ചേരുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഒന്നും കിട്ടാത്തോണ്ട് തിരിച്ചു വരുന്നുണ്ടോ? അല്ലേ, ഒന്നും കിട്ടിയില്ലേ? ഇത് തന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോയിട്ട് ആദ്യം നടക്കാം. ഇപ്പോഴും എനിക്ക് ഇവിടെ കയറാൻ പേടി കേട്ടോ. ഇവിടെ കയറുമ്പം കുറച്ച് കോൺഷ്യസ് ആകും, ഇറങ്ങുമ്പോഴും. ഓക്കെ, അടുത്തൊരു നാട്ടിലാണ് ന്യൂയോർക്ക്. ഇവിടെ കൂടെ ഇല്ലെങ്കിൽ nothing will be there. TV കാണും നമ്മൾ. ഇതിന് മറ്റേതിന് ഒരേ വിലയല്ലായിരുന്നു നമ്മളുണ്ട്? ഇന്ന് നോക്കിക്കേ. അത് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്തെടുത്താലും 70% എന്നാണോ? അങ്ങനെയാണോ? 70% കുറഞ്ഞാണോ എടുത്തിരിക്കുന്നത്? അടിക്കുന്നില്ല. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഒരു വിലക്കുറവില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെയാ, ഒന്നിനും വിലക്കുറവില്ല. എന്താണോ എന്തോ. ഇത് കൊള്ളായിരിക്കും. ഇല്ലെങ്കിൽ വന്ന് ഇങ്ങനത്തെ ഇടുവോ? ചൊറിയത്തില്ല. ദൂരെ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാലേ അതിന്റെ സാധനങ്ങൾ കിട്ടത്തുള്ളൂ. മനസ്സിലായി? ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവര് പറയാതെ വായിക്കാത്ത പബ്ലിക് ആയിട്ടാണ് വഴക്ക് പറയുന്നത്. ഇത് നോക്ക്. ഇതോ ഇങ്ങനത്തെ ഡ്രസ്സുകളെ കിട്ടൂ മഞ്ഞത്തിടാൻ. ഈ ഡൾ കളറുകളെ കാണൂ. ഇത് കൊള്ളാം. ഇല്ല, ഇത് നോക്ക്. രണ്ടാമത് എടുക്കുന്നത്
അത് നല്ല നിറമല്ലേ. ഓ കഴുത്തിങ്ങനെ കയറിയിരിക്കില്ല, അങ്ങനത്തെ കഴുത്തുള്ള വേണ്ട കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ കാണാറുണ്ട്. അല്ല ഇതൊക്കെ നോക്ക്, ഇതൊക്കെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി റോയലായിട്ട് തോന്നുമായിരിക്കും. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇത്ര രൂപ. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇങ്ങനെ കിടക്കുക. അന്നാ ഒരു കാര്യം ചെയ്ത് നമുക്ക് തുണി എടുത്തിട്ട് ഇതുകൊണ്ട് തയ്പ്പിക്കാം അല്ലേ. ഇത് നോക്ക്, ഇത് നോക്ക്, ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഉണ്ടല്ലോ. ഇതോ അത് കൊള്ളാം, നല്ല ഇറക്കില്ല. ഇട്ട് തരുമ്പോൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാതിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ ആ ഡ്രസ്സിൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞാന്ന് തോന്നണം. അങ്ങനത്തെ ഡ്രസ്സുകളാണ് നമുക്ക് ചേരുക. നല്ല രസമുണ്ട് തൊടാനായിട്ട്. കാണും, അടി കാണും. പറിച്ചു കളയല്ലേ. അടി കാണാം. ലാസ്റ്റ് നമ്മളങ്ങനെ എല്ലിലെത്തി, എമ്മിലെത്തി, എക്സെല്ലിൽ മാത്രം ഇല്ലേ. XXL എടുത്തേ, കിട്ടിയത് കളയണ്ട, എടുത്തോ. അത് വെളിയിലോട്ട് എടുത്ത് വെക്കുക, അത് കണ്ട് XL നോക്കാം. അതിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ XXL ഒരു വലിയ സൈസ്, പക്ഷെ വലുതായിരിക്കില്ല, കറക്റ്റായിരിക്കും. ഭയങ്കര വലുത്, ചെറുത്, ഇച്ചിരി കൂടെ ചെറുത്, ലാർജ് മതിയെന്ന് തോന്നുന്നു. നോക്ക്, അടിയിലോട്ട് നോക്ക്. വീഡിയോ എടുക്കലും ഇതുകൊണ്ട് നടക്കുന്നില്ലല്ലോ. അത് മടക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോ ഉള്ളവർക്ക് പൈസ കൊടുക്കുന്നത് പിന്നെ എന്തിനാ? അങ്ങനെ വിചാരിച്ചു സനി ഇത് ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ സനിയെ പറയത്തില്ല, എല്ലാം കൂടെ വന്ന് നശിപ്പിച്ചിട്ട് പോയി എന്ന് പറയത്തില്ല. ഇല്ല, ഈ സനിയുടെ വലിയ മനസ്സ്. ജോലി ചെയ്യുന്നതിനല്ലേ പൈസ കിട്ടുന്നത്, പിന്നെ എന്തിനാ അങ്ങനെ പറയണം? എല്ലെടുക്കാനാണോ പറഞ്ഞത്? എല്ലൊന്ന് എടുത്ത് നോക്കിക്ക്, വെളിയിൽ കറക്റ്റായിരിക്കും. ആ കറക്റ്റ്, എല്ല് കറക്റ്റ്. എല്ല് മതിയോ? എനിക്കൊന്ന് വെച്ച് നോക്കി. ആ എല്ല് കറക്റ്റാണ് സാധ്യത. എങ്ങനെ പോയാലും ഈ വൈറ്റ് മാത്രം എങ്ങനെ എടുക്കുന്നത്? വൈറ്റ് ഓഫ് വൈറ്റ് ഇത് തന്നെ. ഇതൊരു വെറൈറ്റി. ആ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്ക്, ഇത് രണ്ടും ഒരേ മെറ്റീരിയലാണ്, ആ കളർ ഇല്ലല്ലോ. ഡെയിലി ഓഫ് വൈറ്റ് തന്നെ എടുക്കാതെ അതവിടെ വെച്ചേക്ക്, എന്നിട്ട് ഓഫ് വൈറ്റ് തപ്പ്. നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, ശരി അതവിടെ വെച്ചിട്ട് ആ നിറം തപ്പ്. അത് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നല്ല പറഞ്ഞു, നമ്മൾ എടുത്ത് വെക്കുന്ന പോലെ ഇട്ട് മാറ്റി വെക്കും. ആ വെച്ച് എല്ല് നോക്കാൻ അല്ല ഇത്. ആ എല്ലാം നോക്കണം. രണ്ടും ഇട്ട് നോക്കാം, തിരിച്ചാ വെച്ചേക്ക്. ഇട്ടിട്ട് ഇവിടെ കൊണ്ട് അങ്ങനെ വെക്കൂല. ജാക്കറ്റിലൊക്കെ ആർക്കും കിട്ടും, കുഴപ്പമില്ലായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം.
ഇങ്ങോട്ട് വെച്ചോ. എനിക്ക് ഇട്ട് നോക്കാൻ വേണ്ടി. എന്തോന്ന് ഇട്ട് നോക്കണം? ഇട്ട് നോക്കിയാലല്ലേ അറിയാൻ പറ്റും നമുക്കത് കൊള്ളുമല്ലോ എന്ന്. അതിന് മണ്ടക്കൂടെ ഇട്ട് നോക്കിയാലോ? അയ്യോ അത് വേണ്ട. അയ്യോ ഇട്ട് നോക്കണം, എന്നാലല്ലേ നമുക്കത് കൊള്ളുമല്ലോ എന്നറിയൂ. അത് കൊള്ളാല്ലേ? നന്നായിട്ടുണ്ട്. ആ നന്നായിട്ടുണ്ട്. അതിനെത്രയാ? ഇതെടുത്താലോ? 799. ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം. 800 രൂപ. അതിനിപ്പോൾ എന്താ, ഇത് 649 അല്ലേ? വല്ലപ്പോഴും അല്ലേ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുത്ത് മാറ്റി വെക്ക്. ഇതിലേതാ? രണ്ടും നോക്കണോ? ഏതാ വേണ്ടേ? ഇതാ ഇതോ? ഇത് നോക്കാം. എവിടെയാണ്? ഇത് രണ്ടിലേതാ വേണ്ടേ? ഓ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഒരെണ്ണം അല്ല, രണ്ടെണ്ണമെങ്കിൽ 2-3 എടുക്കണം. 3 എടുക്കാതെ എങ്ങനെയാ? ഓ ഇപ്പൊ മണിയില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും മണി കാണത്തില്ല. ചിലപ്പോ ഇത് കുറയുമായിരിക്കും. ഇതിലേതേലും എടുക്കണോ? ഇതോ? ബാ ആ എടുക്കാം, ബാ ഇട്ട് നോക്കണം. അവിടെ ഇല്ലായിരുന്ന, അവിടെ ഇല്ല കട. ഇത് ട്രയൽ റൂംസ് ആണ്. അപ്പോൾ ചേച്ചി ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ബട്ട് എനിക്ക് ഇവിടുത്തെ കണ്ണാടി ഭയങ്കര ഇഷ്ടമായിട്ടോ. എൻ്റെ വൃത്തിയോടൊന്നും അറിയുന്നില്ല കൊണ്ട് മാത്രം. മറ്റേത് അവിടെ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ, അയ്യോ സാൻഡൊക്കെ സിനിമ പാൻറ് ഉണ്ടല്ലോ, ആ പാൻറ് പോലെ ഇല്ലേ? ഇപ്പോഴത്തെ ഇവിടുത്തെ ട്രെൻഡ് ഇതാന്ന് തോന്നുന്നു. 1000. ഇത് ഈ പാൻറ്റിന് ഏകദേശം 1299 രൂപയാണ്. പക്ഷെ നല്ല വടി പോലെ നിൽക്കുന്നു. ഇത്രയൊക്കെ ആവുമായിരിക്കുമല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കടയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം. ഈ ഭാഗമൊക്കെ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര വണ്ണം വെച്ച പോലെ ഇരിക്കുന്നു. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് 649 രൂപ കിട്ടും, പകുതിയേ ഉള്ളൂ. പെട്ടെന്ന് എടുത്ത പോലെ ഒരു തോന്നൽ, ഒന്നും നോക്കിയിട്ടില്ലേ എന്നൊരു സംശയം. ഭയങ്കരമായിട്ട് കയറിയതപ്പോൾ പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബട്ട് നല്ല ഉണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കൂലേ? എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഞാൻ എവിടെയാണ് കയറുന്നത് ആദ്യം അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കും. പിന്നെ ഓർക്കുക വേറെ എവിടെയെങ്കിലും എനിക്കിഷ്ടം. പിന്നെ ചേച്ചിക്കുള്ള ഡ്രസ്സുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാറില്ല, റെയറായിട്ട്. അത് വിലക്കുറവുണ്ട്. ദാറ്റ്സ് ഇറ്റ് മോർ. അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ തോന്നി. ഡ്രസ് അത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ. അറിയില്ല, കരടി പോലെ ഇരിക്കത്തില്ല, ഇങ്ങനെ കാലെ കൂടെ.
അപ്പം അത് രണ്ട് ഫിക്സ് ചെയ്യാമല്ലോ, അത് നല്ലല്ലേ? അപ്പം ബാ. ഞാൻ നോക്കിയിട്ട് കുറേ ആയി ചേച്ചിക്ക് ഡ്രസ്സ് നോക്കുന്നു, പക്ഷെ ഒന്നും സെറ്റാകുന്നില്ല. ഇപ്പോഴാവുന്നു 2 എണ്ണം പിന്നെയും ഇച്ചിരിയൊക്കെ മനസ്സിലെങ്കിലും ഇഷ്ടപ്പെട്ട വന്നത്. ഇനി ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെടാത്ത അത് പറയും. ഒന്നാമത്തെ കാര്യം റേറ്റ്. ഇപ്പം റേറ്റ് സെറ്റായി കഴിഞ്ഞാൽ അമ്മാതിരി ഡ്രസ്സ് ചേച്ചിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എനിക്കെന്ന് പറഞ്ഞാൽ എന്തിട്ടാലും ഇഷ്ടപ്പെടും, ഡ്രസ്സാകണമെന്നേ ഉള്ളൂ. ആഹാ കൊള്ളാലോ, 129 രൂപയ്ക്ക് തുണി ഉണ്ട്. നോക്കി ആ 2 ഡ്രസ്സ് തന്നെയാണ് അടുത്ത ചേച്ചി ബില്ല് ചെയ്യാൻ പോവാണ്. ഇപ്പം വാങ്ങിച്ചിട്ട് പിന്നെ നടക്കില്ല, അതുകൊണ്ടാണ് ഇപ്പം തന്നെ വളഞ്ഞു കൈയോടെ തന്നെ വാങ്ങിച്ചു. പൈസ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര തണുപ്പാണ്, ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തിട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും ഈ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും പോകാൻ നടക്കൂല. ഒരു ഭയങ്കര തണുപ്പാണ് യൂണിവേഴ്സിറ്റിക്കകത്താണേലും, അതുകൊണ്ടാണ് 2 എണ്ണം പെട്ടെന്ന് നമ്മൾ വാങ്ങിച്ചത്. എനിക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് നേരത്തെ ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു ചേച്ചിക്ക്. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നു. ചേച്ചി പാക്ക് ചെയ്ത് തരുന്നു ഗൈസ്. മടക്കൊക്കെ തരുന്നു, മറിച്ചിട്ടിട്ട് മടക്കണ്ട ചേച്ചി. ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു സാധനം, ഒരു ബ്ലാക്ക് കളർ സാധനം എന്നിട്ട് മടക്കി തരും. എനിക്ക് വൈറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല, മറ്റേതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നമ്മുടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് നമ്മുടെ ജാക്കറ്റ് എടുക്കാൻ പോവാണ്. ജാക്കറ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. നമ്മൾ ജാക്കറ്റ് തിരിച്ച് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അപ്പം അമ്മച്ചി നമുക്ക് ജാക്കറ്റ് തരും. ഇതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ തുടക്കത്തിൽ, വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇത് കാണിച്ചു തരാൻ. നമ്മൾ തിരിച്ചു പോകാറായി. പക്ഷേ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് പറയണം. കൊച്ചി എയർപോർട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത്. ഇത് എപ്പോൾ കണ്ടാലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി ഗായ്സ്, ഫോണിലെ ചാർജ് ചെയ്ത് തീർന്നു. ഈ സാധനം എടുത്തോണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതെടുക്കുന്നത്. കണക്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. ശരി, അപ്പോൾ ബൈ. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ. എല്ലാവർക്കും ആശംസകൾ.